Now we discuss the theorem 7.9. Given A less than C less than B, define alpha on AB, closed interval AB as follows. The values alpha A, alpha C and alpha B are arbitrary. ഏത് വാല്യൂ ആകാം. എയും ബിയും ഏത് വാല്യൂ ആകാം, സിയും എയ്ക്കും ബിക്കും ഇടയിലുള്ള ഏത് വാല്യൂ ആകാം, അതിൻ്റെ ഇമേജസ് എന്ത് വേണമെങ്കിലും ആകാം, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ആൻഡ് ആൾസോ ഡിഫൈൻഡ് ആസ് ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഓഫ് എ ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ സി. എ ബി എന്ന ഇൻ്റർവല് രണ്ട് ഇൻ്റർവലായിട്ട് മുറിക്കുന്നു. എ മുതൽ സിക്ക് തൊട്ട് താഴെ വരെയുള്ള റൈറ്റ് ഓപ്പൺ ഇൻ്റർവൽ, ക്ലോസ്ഡ് ലെഫ്റ്റ് ക്ലോസ്ഡ് റൈറ്റ് ഓപ്പൺ ഇൻ്റർവെല്ലിൽ ആൽഫ എക്സ്, ഈ ഇൻ്റർവൽ ഏത് എക്സ് എടുത്താലും ആൽഫ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആൽഫ ഓഫ് എ. അതേപോലെ സി ലെഫ്റ്റ് ഓപ്പൺ റൈറ്റ് ക്ലോസ്ഡ് സി ബി, ഈ ഇൻ്റർവൽ ഏത് എക്സ് എടുത്താലും ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു ബി. ദാറ്റ് ഈസ് ഗിവൺ. ഇത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ഇത്രയും കാര്യം തന്നു. എ മുതൽ സിക്ക് തൊട്ട് താഴെ വരെ ഏത് വാല്യൂ എടുത്താലും ആൽഫയുടെ ഇമേജ് ആൽഫ എ എന്നും, തിരിച്ച് അതേപോലെ സി ബിറ്റ്വീൻ സി ആൻഡ് അപ് ടു ബി, സി കഴിഞ്ഞുള്ള ഏത് വാല്യൂസ് ബി വരെയുള്ള ഏത് വാല്യൂസിനും ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഓഫ് ബി എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. And also given f be defined on AB in such a way that at least one of the functions f or alpha is continuous from the left at C and at least one is continuous from the right at C. മിനിമം ഒരാളെങ്കിലും ഒന്നുകിൽ ആൽഫ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ എഫ് അല്ലെങ്കിൽ രണ്ടും ലെഫ്റ്റ് കണ്ടിന്യൂസ് ആണ്, ആൻഡ് അതേപോലെ റൈറ്റും കണ്ടിന്യൂസ് ആണ്. ദെൻ പ്രൂവ് ദാറ്റ് എഫ് ഈസ് റീമാൻ സ്റ്റീൽജേഴ്സ് ഇൻ എഫ് എലമെൻറ്റ് ആർ ആൽഫ ഓൺ എ ബി ആൻഡ് ആൾസോ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈക്വൽ ടു എഫ് ഓഫ് സി ഇൻറ്റു ആൽഫ ഓഫ് സി പ്ലസ് മൈനസ് ആൽഫ ഓഫ് സി മൈനസ് എന്ന് പ്രൂവ് ചെയ്യണം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫയുടെ വാല്യൂ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫയുടെ വാല്യൂ ഇതെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് അവസാനം കിട്ടേണ്ട ഇൻഇക്വാളിറ്റിയെക്കുറിച്ച് ആലോചിക്കാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ വരണ്ടെന്ന്. അപ്പോൾ അവിടെ വേണ്ടുന്ന സം എന്ന് പറയുന്നത് എസ് പി എഫ് ആൽഫ. ഇത് കിട്ടേണ്ട ആൻസർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് സി ഇൻറ്റു ആൽഫയോ സി പ്ലസ് മൈനസ് ആൽഫയോ സി മൈനസ്. therefore this is minus of f of c into alpha c plus minus alpha c minus is less than epsilon എന്ന് നമുക്ക് ലാസ്റ്റ് പ്രൂവ് ചെയ്യും. ഇതാണ് നമ്മുടെ അവസാനത്തെ റിസൾട്ട്. അവസാനമായി വേണ്ടുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചില ഈ ലെഫ്റ്റ് കണ്ടിന്യൂസ് റൈറ്റ് കണ്ടിന്യൂസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറഞ്ഞാൽ മീനിങ് എഫ് ഓഫ് സി പ്ലസ് ഈക്വൾ ടു എഫ് ഓഫ് സി മൈനസ് ഈക്വൾ ടു എഫ് ഓഫ് സി. എഫ് ഓഫ് സി പ്ലസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു സി ഫ്രം റൈറ്റ് എഫ് ഓഫ് എക്സ്. ഇതിനെ ഈ സിമ്പൽ റൈറ്റ് ലിമിറ്റിനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് എഫ് ഓഫ് സി പ്ലസ്. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ഫ്രം ലെഫ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എഫ് ഓഫ് സി. ഇത് ലെഫ്റ്റ് ലിമിറ്റ്, അതിനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് എഫ് ഓഫ് സി മൈനസ്. അപ്പോൾ റൈറ്റും ലെഫ്റ്റും അറ്റും സെയിം ആണെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറയും. അതേപോലെ സിയുടെ കേസും അത് തന്നെ. ഇനി റൈറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി പ്ലസ് ഈക്വൾ ടു എഫ് ഓഫ് സി. the right continuous, the right limit equal to at value.
Then left continuous means f of c minus left limit equal to at f value of f at c. ഇതാണ് ലെഫ്റ്റ് കണ്ടിന്യൂസും റൈറ്റ് കണ്ടിന്യൂസും. ടോട്ടലി കണ്ടിന്യൂസ് മീൻസ് ലെഫ്റ്റ് ഈക്വൾ ടു റൈറ്റ് ഈക്വൾ ടു അറ്റ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും സിമ്പിൾസും ഇത്രയും ഒരു അവയർനെസ് നമുക്ക് ഈ ഒരു തിയറം ചെയ്തതിന് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പി എന്നൊരു പാർട്ടീഷൻ എടുത്തു. അതിലെ ഒരു എലമെൻ്റാണ് പാർട്ടീഷൻ, ഒരു പോയിൻ്റാണ് സി എന്ന് അസ്യൂം ചെയ്തു. നമുക്കറിയാം ഇവിടെ എസ് പി എഫ് ആൽഫ ഇവിടെ മുതൽ ബി വരെയുള്ള ഇൻ്റർവെലിനെ പീസാക്കിയപ്പോൾ സി ആ പാർട്ടീഷനിലെ എലമെൻ്റ് ആയതുകൊണ്ട് സിയുടെ ലെഫ്റ്റിലെ ഏത് സബ് ഇൻ്റർവൽ എടുത്താലും, ഏതൊരു സബ് ഇൻ്റർവൽ കൺസിഡർ ചെയ്താലും അതിൻ്റെ എല്ലാം ആൽഫ വാല്യൂ എപ്പോഴും ആൽഫ ഓഫ് എ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ജനറലായി എഴുതുമ്പോൾ ആൽഫ ഓഫ് ഡെൽറ്റ ആൽഫ കെയുടെ വാല്യൂ കാണുമ്പോൾ ആൽഫ ഓഫ് എക്സ് കെ മൈനസ് 1 ആൽഫ ഓഫ് എക്സ് കെ എസ് കെ എന്നൊരു ടേം വരും. ആൽഫ ഓഫ് എക്സ് കെ മൈനസ് 1 മൈനസ് ആൽഫ ഓഫ് എക്സ് കെ. അപ്പോൾ സിക്ക് ലെഫ്റ്റിലെ സബ് ഇൻ്റർവെല്ലാണ് നമ്മൾ ഇത് കാണുന്നതെങ്കിൽ ആൽഫ ഓഫ് എക്സ് കെ മൈനസ് 1 എന്ന് പറയുന്ന ആൽഫ ഓഫ് എ ആണ്, ആൽഫ എക്സ് കെ എന്ന് പറയുന്നത് ആൽഫ ഓഫ് എ ആണ്, 0 ആണ്. ഇത് തന്നെയാണ് റൈറ്റിലെ സിയുടെ റൈറ്റിലെ ഏത് സബ് ഇൻ്റർവെൽ എടുത്താലും ഈ പറഞ്ഞ പോലെ ആൽഫ ഓഫ് എക്സ് കെ മൈനസ് ആൽഫ എക്സ് കെ, തിരിച്ച് ആൽഫ ഓഫ് എക്സ് കെ മൈനസ് ആൽഫ എക്സ് കെ മൈനസ് 1 എന്ന് പറയുന്നത് അവിടെ ആൽഫ ഓഫ് ബി, ഇതും ആൽഫ ഓഫ് ബി 0 ആണ്. എന്ന് പറഞ്ഞാൽ എസ് പി എഫ് ആൽഫയുടെ പ്രത്യേകത എന്താ? അതിലെ എല്ലായിടത്തും ആ വാല്യൂ 0 എക്സെപ്റ്റ് എന്താണ്? സിയുടെ അഡ്ജസൻ്റായി വരുന്ന സബ് ഇൻ്റർവൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അത് 0 ആണ്. അപ്പോൾ എസ് പി എഫ് ആൽഫയെ നമ്മൾ ഫോർമുല സിഗ്മ കെ ഈക്വൾ ടു 1 to n എഫ് ഓഫ് ടി കെ ഡെൽറ്റ ആൽഫ കെ എന്ന് എഴുതുമ്പോൾ, എന്നിട്ട് ഇതിൽ നമ്മളതിനെ എഫ് ഓഫ് ടി 1 ആൽഫ ഓഫ് ഡെൽറ്റ ആൽഫ 1 ഇങ്ങനെയെല്ലാം എഴുതുമ്പോൾ എഫ് ഓഫ് ടി 2 ഡെൽറ്റ ഓഫ് ആൽഫ 2 എങ്ങനെ എഴുതുമ്പോൾ പ്രത്യേകം എന്താ? സിയുടെ വെരി വെരി നിയറസ്റ്റ് ആകുന്ന സബ് ഇൻ്റർവെല്ലിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അത് വാല്യൂ 0 ആണ്. എന്നാൽ ഇതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി കെ മൈനസ് 1 ആൽഫ ഓഫ് സി. ഈ ആൽഫ ഓഫ് സിയുടെ വാല്യൂ എന്താണെന്ന് ക്വസ്റ്റ്യനൊന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് സി ആൽഫ ഓഫ് സി മൈനസ് പ്ലസ് എഫ് ഓഫ് ടി കെ ഇൻറ്റു റൈറ്റ് ലിമിറ്റ് അറ്റ് സി എഫ് ആൽഫ സി പ്ലസ് മൈനസ് ആൽഫ ഓഫ് സി. ഈ രണ്ട് ടേം ഒഴിച്ച് ബാക്കി എല്ലാ ടേമും 0 ആണ്. ഇവിടെ സിയുടെ പ്രത്യേകം നമ്മൾ പറഞ്ഞു ടി കെ മൈനസ് 1 ലെസ് ദാൻ ഓർ ഇവിടെ സി ലെസ് ദാൻ ഓർ ഈക്വൾ ടു ടി കെ ആണ് നമ്മുടെ അസംഷൻ. സി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ് ഇൻ്റർവെൽ. ഓക്കെ, ഈ ഇൻ്റർവെൽ ഇതിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നേരത്തെ പറഞ്ഞ പോലെ ഡെൽറ്റ ആൽഫ കെ 0 ആണ്. അപ്പോൾ ഈ രണ്ട് ടൈമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ എടുക്കുക. ഒരു ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഡെൽറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് എസ് പി എഫ് ആൽഫ മൈനസ് എഫ് ഓഫ് സി. നമ്മുടെ ആൻസറിൽ വേണ്ട സാധനം ആൽഫ ഓഫ് സി പ്ലസ് മൈനസ് ആൽഫ ഓഫ് സി മൈനസ്. നമുക്കിതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ എ സ്മോൾ പോസിറ്റീവ് നമ്പർ എന്ന് പ്രൂവ് ചെയ്യണം. ഈ സാധനത്തെ ഇത് നമ്മുടെ എയിമിന് ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ എ സ്മോൾ പോസിറ്റീവ് നമ്പർ എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എഫ് എലമെൻറ്റ് ആർ ആൽഫ എന്ന് കിട്ടും. ഇതൊരു ഫൈനൈറ്റ് നമ്പറാണ്. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ ടു ബി എഫ് ഡി ആൽഫ ഈക്വൾ ടു ഈ ടൈമായിട്ട് മാറും, നമ്മുടെ ആൻസറായിട്ട് മാറും. ഇതാണ് നമ്മുടെ ഇനി ചെയ്യാനുള്ളത്. അത് നമ്മളിവിടെ ഈ കണ്ടിന്യൂറ്റിയും പലതും ഇവിടെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കൂ.
ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം എസ് പി എഫ് ആൽഫ എസ് പി എഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി കെ മൈനസ് 1 ആൽഫ സി മൈനസ് ആൽഫയോ സി മൈനസ് പ്ലസ് എഫ് ഓഫ് ടി കെ ആൽഫയോ സി പ്ലസ് ആൽഫയോ സി മൈനസ് എഫ് ഓഫ് സി ദെൻ ആൽഫയോ സി പ്ലസ് മൈനസ് ആൽഫയോ സി മൈനസ്. ഇത് നമ്മുടെ കയ്യിൽ നമ്മുടെ ഈ ആദ്യം എഴുതിയ ആദ്യത്തെ ടൈം എന്താണ്? എസ് പി എഫ് ആൽഫയാണ് ആദ്യത്തെ 2 ടൈം. പിന്നെ ഇവിടെ നമ്മുടെ അസംഷൻ എഫ് ഓഫ് സി അതങ്ങനെ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇതേപോലെ എഴുതി. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ആദ്യത്തെ 2 ടൈം അതേപോലെ തന്നെ എഴുതി. ഈ ലാസ്റ്റ് ടേമിൻ്റെ ബ്രാക്കറ്റിലെ ഈ ടേമിനെ ആൽഫ സി പ്ലസ് മൈനസ് ആൽഫ സി എന്നും പ്ലസ് ആൽഫ സി മൈനസ് ആൽഫ സി മൈനസ് എന്നായിട്ട് നമ്മൾ ആൽഫ സി പ്ലസ് ആൽഫ സി മൈനസിനെ ഇടയ്ക്ക് ആൽഫ സിയും മൈനസും പ്ലസും കൂടി ഇൻസേർട്ട് ചെയ്യുക ആൻസറിന് വേണ്ടി. അപ്പോൾ ഈ സാധനം നമ്മളിപ്പോൾ ഞാൻ അവിടെ ചെയ്തിരിക്കുന്ന റെഡ് ബ്രാക്കറ്റിനെ ഇത്രയും ലോങ് ആയിട്ട് ഇടയ്ക്ക് 2 ടേം പ്ലസും മൈനസും ഇൻസെർട്ട് ചെയ്തു. എന്നിട്ട് ഈ മൈനസ് എഫ് ഓഫ് സി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും മൈനസ് എഫ് ഓഫ് സി കൊണ്ട്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകത, ഇതിൻ്റെ കൂടെ എഫ് ഓഫ് സി വരും മൈനസ്. ഓക്കെ, അതേപോലെ അടുത്ത ടേമിൽ എന്ത് വരും? ഈ ടേമിൻ്റെ കൂടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എഫ് ഓഫ് സി വന്നു. അപ്പോൾ ആൽഫ സി പ്ലസ് മൈനസ് ആൽഫ സി ഇവിടെയുണ്ട്, ഇവിടെയും നിൽക്കുന്നു. അപ്പോൾ അത് കോമണായി എടുക്കുമ്പോൾ നമ്മൾ കോമണായി എടുക്കുമ്പോൾ സംഭവിക്കുന്നത് എഫ് ഓഫ് ടി കെ മൈനസ് എഫ് ഓഫ് സി അപ്പോൾ അതിനെ ഇങ്ങനെ നമുക്ക് റീറൈറ്റ് ചെയ്യാം. എങ്ങനെ റീറൈറ്റ് ചെയ്യാം? എഫ് ഓഫ് ടി കെ മൈനസ് 1 മൈനസ് എഫ് ഓഫ് സി ദെൻ ആൽഫ ഓഫ് സി മൈനസ് ആൽഫയോ സി മൈനസ് പ്ലസ് എഫ് ഓഫ് ടി കെ മൈനസ് എഫ് ഓഫ് സി ദെൻ ആൽഫയോ സി പ്ലസ് മൈനസ് ആൽഫയോ സി. ഇതുപോലെ നമ്മൾ വ്യക്തമായിട്ട് എഴുതി. അതിന് വേണ്ടിയാണ് നമ്മളിവിടെ മൈനസ് ആൽഫ സിയും പ്ലസ് ആൽഫ സിയും ഇൻസെർട്ട് ചെയ്ത് അതിന് വേണ്ടിയാണ്. ഇത് ഡെൽറ്റയുടെ വാല്യൂ ആണ്. മോഡ് ഡെൽറ്റ എടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, അതിനെങ്ങനെ എഴുതാം? ഈ മോഡിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് പ്ലസ് ഈ പ്രോപ്പർട്ടി മോഡ് എ പ്ലസ് ബി മോഡ് എ പ്ലസ് മോഡ് ബി, മോഡ് എ പ്ലസ് ബി മോഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി, മോഡ് എ ബി എന്ന് പറഞ്ഞാൽ മോഡ് എ മോഡ് ബി. ആ 2 പ്രോപ്പർട്ടീസ് ഒരുമിച്ച് അപ്ലൈ ചെയ്തിരിക്കുക. ഇതാണ് നമ്മുടെ ഒരു മെയിൻ സ്റ്റെപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട മോഡ് ഡെൽറ്റ എപ്സിലോൺ ലെസ് ദാൻ എ സ്മോൾ നമ്പർ എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതിനവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് അവിടെ എന്തൊക്കെയാണ് കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫങ്ഷൻസ് എഫ് ഓർ ആൽഫ ഈസ് കണ്ടിന്യൂസ് ഫ്രം ദ ലെഫ്റ്റ് അറ്റ് സി, അറ്റ്ലീസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് ഫ്രം ദി റൈറ്റ് അറ്റ് സി എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ആ പ്രോപ്പർട്ടീസ് നമ്മൾ 4 കേസായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആണെങ്കിൽ നമുക്കറിയാം എന്താ പ്രത്യേകത? ദെൻ ഫോർ എവരി ഓർ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നോം പി ഏത് പാർട്ടീഷൻ്റെയും ലെങ്ത്, ആ പാർട്ടീഷനിൽ ഏത് സബ് ഇൻ്ററിൻ്റെ ലെങ്ത് മാക്സിമം ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കണം. ആൻഡ് ആൾസോ എഫ് ഓഫ് ടി കെ മൈനസ് എഫ് ഓഫ് സി, നമ്മൾ സിയിലാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂറ്റി, ലെസ് ദാൻ എപ്സിലോൺ
and f of tk minus f of c ലെസ് ദാൻ എപ്സിലോൺ. ഈ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. അവിടെ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫങ്ഷൻസ് എഫ് ഓർ ആൽഫ ഈസ് നമ്മുടെ എഫിൻ്റെ കാര്യം പറയുന്നത്. എഫ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഇത് ആദ്യം പറഞ്ഞത് ലെഫ്റ്റ് കണ്ടിന്യൂസ് ടി കെ മൈനസ് 1, അടുത്ത എഫ് ഓഫ് ടി കെ മൈനസ് എഫ് ഓഫ് സി, അത് റൈറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ആ രീതിയിൽ നമ്മളോട് അപ്ലൈ ചെയ്തു. ക്വസ്റ്റ്യനിൽ തരുന്ന അറ്റ്ലീസ്റ്റ് വൺ ഓഫ് നമ്മൾ എഫ് കണ്ടിന്യൂസ് എടുക്കുക. എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആണെങ്കിൽ ഈ പറഞ്ഞ രണ്ട് ഇനിക്വാളിറ്റി കിട്ടും. ദെർഫോർ മോഡ് ഡെൽറ്റ എന്ന് പറയുന്നത് എപ്സിലോൺ, ഡെൽറ്റ അല്ല എപ്സിലോൺ മോഡ് ആൽഫ സി മൈനസ് ആ നോട്ട് കറക്റ്റ് ചെയ്തു. ഇവിടെ ഞാൻ ഡെൽറ്റയെന്ന് ഇട്ട അല്ല എപ്സിലോൺ, ദെൻ എപ്സിലോൺ ആൽഫ സി പ്ലസ് മൈനസ് ആൽഫ സി. ഈ ഒരു ഇനിക്വാളിറ്റി കിട്ടി. ഈ ഇനിക്വാളിറ്റി എപ്പോഴും ഈ ഇനിക്വാളിറ്റി തന്നെ കിട്ടുമെന്ന് അതിന് ബാക്കി എല്ലായിടത്തും നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു ആൽഫ സി മൈനസ് അത് കണ്ടിന്യൂസ് ആണെങ്കിൽ ആൽഫ കണ്ടിന്യൂസ് ആണ്, ഇത് രണ്ട് ഈക്വൽ ആകും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് വെച്ച് നമുക്ക് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യും. എന്ന് പറഞ്ഞാൽ മോഡ് ഡെൽറ്റ ലെസ് ദാൻ എ വെരി വെരി സ്മോൾ പോസിറ്റീവ് നമ്പർ എപ്സിലോൺ ഡാഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതിലേക്ക് എല്ലാ കണ്ടീഷൻസ് ഇങ്ങനെയാണ്. ഏത് കണ്ടീഷൻ വന്നാലും പറഞ്ഞ ആൽഫ കണ്ടിന്യൂസ് ആയാലും എഫ് കണ്ടിന്യൂസ് ആയാലും ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും ഇത് ഹോൾഡ് ചെയ്യുമെന്ന് ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഇങ്ങനെ സാധനം കിട്ടി. ഇനി നമ്മൾ പറയുന്നത് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ബോത്ത് ഫ്രം റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. റൈറ്റിൽ നിന്ന് വരുമ്പോഴും ലെഫ്റ്റിൽ നിന്ന് വരുമ്പോഴും ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആൻഡ് ആൾസോ അസ്യൂം ആൽഫ ഈസ് കണ്ടിന്യൂസ്. ആൽഫ കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറഞ്ഞാൽ മീനിങ് നമുക്കറിയാം. ആൽഫയോ സി പ്ലസും ആൽഫയോ സി മൈനസും ആൽഫയോ സിയും ഈക്വലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പ്രത്യേകം എന്താ? ഡെൽറ്റയുടെ വാല്യൂ നോക്കേ. ഡെൽറ്റയുടെ വാല്യൂവിൽ ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ ആൽഫ സി മൈനസ് ഒരു ടേമിൽ ബ്രാക്കറ്റിലുണ്ട്, ഫസ്റ്റ് ബ്രാക്കറ്റ് പ്ലസ് അടുത്തതിൽ ആൽഫ സി പ്ലസ് ആൽഫ സി മൈനസ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഏതുണ്ട് എഫ് ഓഫ് ടി കെ മൈനസ് 1 അതൊക്കെ ഉണ്ട്. അപ്പോൾ ആൽഫ കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഈക്വൽ ആകുമ്പോൾ ഇത് സീറോ ആകും. ഡെൽറ്റ ഓട്ടോമാറ്റിക്കലി സീറോ ആകും. ഡെൽറ്റ ഓട്ടോമാറ്റിക്കലി സീറോ പറഞ്ഞാൽ മോഡ് ഡെൽറ്റ മീൻസ് സീറോ which is less than a pre-assigned or very very small positive number. അന്നേരം ഏത് ശരിയായി? മോഡ് ഡെൽറ്റ ലെസ് ദാൻ എപ്സിലോൺ ആൽഫ സി മൈനസ് പ്ലസ് എപ്സിലോൺ ആൽഫ സി പ്ലസ് മൈനസ് ആൽഫ സി. ഇത് ആ കേസിലും ആൽഫ കണ്ടിന്യൂസ് ആകുമ്പോഴും എഫ് ഡിസ്കണ്ടിന്യൂസും ആൽഫ കണ്ടിന്യൂസും ആകുമ്പോഴും അതും ശരിയാകുന്നു. ഓക്കെ, ഇനി ഇതുപോലെ വീണ്ടും അസ്യൂം ചെയ്യുന്നു എഫ് ഈസ് കണ്ടിന്യൂസ് ഫ്രം ലെഫ്റ്റ്. എഫ് ഈസ് കണ്ടിന്യൂസ് ഫ്രം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? എഫ് ഓഫ് സി മൈനസ് ഈക്വൽ എഫ് ഓഫ് സി ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ഫ്രം റൈറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി പ്ലസ് നോട്ട് ഈക്വൽ എഫ് ഓഫ് സി തന്നെ മീനിങ്. ദെൻ ആൽഫ ഈസ് കണ്ടിന്യൂസ് ഫ്രം റൈറ്റ് അറ്റ് സി. നമ്മൾ റൈറ്റിൽ എഫ് കണ്ടിന്യൂസ് അല്ല എന്ന് പറയുമ്പോൾ റൈറ്റിൽ ആരെങ്കിലും ഒരാൾ ചെയ്യണം, കാരണം കണ്ടിന്യൂസ് ആവണമെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ആൽഫ എന്തായിട്ട് മാറും? റൈറ്റ് കണ്ടിന്യൂസ് ആണ്. ആൽഫ റൈറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആൽഫ സി പ്ലസും ആൽഫ സിയും ഈക്വലാണ്. അപ്പോൾ നമ്മുടെ ഡെൽറ്റയുടെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ സി പ്ലസിന് ആൽഫ സി എന്ന് കൊടുക്കുമ്പോൾ ഒരു ടേം ആബ്സെൻ്റ് ആകും. പിന്നെ അവിടെ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? എഫ് ഓഫ് ടി കെ മൈനസ് 1 എഫ് ഓഫ് സി ദെൻ ആൽഫ സി മൈനസ് എന്നായി.
ഗിവൺ നമ്മൾ എന്താ ചെയ്ത് എഫ് ഈസ് കണ്ടിന്യൂസ് ഫ്രം ദ ലെഫ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എഫ് ഈസ് കണ്ടിന്യൂസ് ഫ്രം റൈറ്റ് എന്ന് പറയുന്നത് കൊണ്ട് എഫ് ഈസ് കണ്ടിന്യൂസ് ഫ്രം ലെഫ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് എഫ് ഓഫ് ടി കെ മൈനസ് വൺ നോട്ട് കറക്റ്റ് ചെയ്യുക. എഫ് ഓഫ് ടി കെ മൈനസ് വൺ എന്ന് കറക്റ്റ് ചെയ്യുക. എഫ് ഓഫ് ടി കെ മൈനസ് വൺ എന്ന് കറക്റ്റ് ചെയ്യുക. ഞാൻ എഫ് ഓഫ് ടി കെ എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഈസ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. സിയുടെ ലെഫ്റ്റിലൊരു പോയിൻ്റാണ്, വെരി വെരി നിയറസ്റ്റ് പോയിൻ്റാണ് ടി ഓഫ് കെ മൈനസ് വൺ, വെരി വെരി നിയറസ്റ്റ്. അപ്പോൾ അത് എന്താ പ്രത്യേകം? എന്താ എഫ് ഓഫ് ടി കെ മൈനസ് വൺ ഏതിൽ നിയറസ്റ്റ് ആയിക്കൊണ്ടിരിക്കും? ആ എഫ് ഓഫ് സിക്ക് നിയറസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഇതാണ് ലെഫ്റ്റ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് വാല്യൂ എന്തിട്ട് മാറും? ലെസ് ദാൻ എപ്സിലോൺ ആകും. അന്നേരവും മോഡ് ഡെൽറ്റ എന്തായിട്ട് മാറും? ഇത് എപ്സിലോൺ ഈസാൻ എപ്സിലോൺ ആയതുകൊണ്ട് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു ആൽഫ സി മൈനസ് ഒന്ന് കിട്ടും. അന്നേരവും നമുക്കിതിനെ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ ഡെൽറ്റ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ മോഡ് ആൽഫ സി മൈനസ് പ്ലസ് എപ്സിലോൺ ആൽഫ സി പ്ലസ് മൈനസ് ആൽഫ സി മൈനസ് എന്ന ഇനിക്വാളിറ്റി ഈക്വൽ ആ സമയത്ത്. ഓക്കെ. ഇപ്പോൾ നാലാമത്തെ കേസ് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഫ്രം ദ ലെഫ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ഫ്രം ദ നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ ലെഫ്റ്റിൽ എഫ് ഡിസ്കണ്ടിന്യൂസ് ആകുമ്പം ലെഫ്റ്റിൽ എന്തായിരിക്കും? ആൽഫ കണ്ടിന്യൂസ് ആയിരിക്കും. ലെഫ്റ്റിൽ എഫ് ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ആൽഫ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആകണം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ രീതിയിൽ ആൽഫ ലെഫ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞ ആൽഫ സി മൈനസ് ഈക്വൾ ടു ആൽഫ സി. അപ്പോൾ ഡെൽറ്റയുടെ ഒരു ടൈം ആബ്സെൻ്റ് ആകും, ഡെൽറ്റയുടെ ഒരു വാല്യൂ ആബ്സെൻ്റ് ആകും. പിന്നെ ഡെൽറ്റയിലുള്ളത് എഫ് ഓഫ് ടി കെ മൈനസ് എഫ് ഓഫ് സി ആൽഫയോ സി പ്ലസ് മൈനസ് ആൽഫയോ സി മൈനസ്. ഓക്കെ. ഇനി എഫ് ഈസ് കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ് എന്ന് തരുന്നുണ്ട്. അപ്പോൾ സിയുടെ റൈറ്റിൽ ആര് നിൽക്കുന്നത്? ടി കെ നിൽക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റൈറ്റ് സി പറയുന്നതുകൊണ്ട് ദിസ് വാല്യൂ മോഡ് വാല്യൂ ബിക്കംസ് ലെസ് ദാൻ എപ്സിലോൺ. ദെർഫോർ മോഡ് ഡെൽറ്റ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു ആൽഫ സി പ്ലസ് മൈനസ് ആൽഫ സി മൈനസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അന്നേരവും ഈ കേസിലും നേരത്തെ പറഞ്ഞ മോഡ് ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? മോഡ് ഡെൽറ്റ എന്ന് പറഞ്ഞ എല്ലാ കേസിലും മോഡ് ഡെൽറ്റ ലെസ് ദാൻ എപ്സിലോൺ ആൽഫയോ സി മൈനസ് പ്ലസ് എപ്സിലോൺ മോഡ് ആൽഫയോ സി പ്ലസ് മൈനസ് ആൽഫയോ സി എന്ന് എഴുതാം എല്ലാ കേസിലും. വേർ നോം പി ലെസ് ദാൻ ഡെൽറ്റ. This value is very small positive number. Then what is mod delta means? Mod sp f alpha minus f of c into alpha o c plus minus alpha o c minus. Therefore f element r alpha and integral a to b f d alpha equal to f of c into alpha o c plus minus alpha o c minus. Okay, hence the result. Okay.